ഇതൊക്കെ ഒരു കാലത്ത് കാട് മൂടിക്കിടന്നിരുന്ന സ്ഥലമാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ? കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഭാഗ്യമുണ്ടെങ്കിലേ നമ്മൾ നിസ്കരിക്കുമ്പോൾ മലേഷ്യൻ പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ മന്ത്രിമാരുടെ അടുത്തൊക്കെ നമുക്ക് നിൽക്കട്ടോ. അവിടെ നമ്മൾ നേരത്തെ വന്ന പാലം കാണാം. മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് കേട്ടോ. ഇന്ന് 3ാമത്തെ ദിവസമാണ് കേട്ടോ മലേഷ്യയിൽ വന്നിട്ട്. നമ്മളിന്ന് പോകുന്നത് പുത്രജയ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. ഇന്ന് വെള്ളിയാഴ്ചയായിരുന്നു. നമ്മൾ ജുമാ നിസ്കരിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് ആ ദൂരെ കാണുന്ന ആ ബ്രിഡ്ജ് കണ്ടോ, ഒരു കവാടം പോലെ, അതാണ് പുത്രജയയിലേക്കുള്ള പ്രവേശന കവാടം. ഈ ബ്രിഡ്ജ് രാത്രി കാണാനാണ് കേട്ടോ ഭംഗി. അപ്പം ഈ ബ്രിഡ്ജിൻ്റെ ഒരു രാത്രി കാഴ്ച ഞാൻ ഈ വീഡിയോയുടെ അവസാനം കൊടുക്കാം. ഈ പുത്രജയയിലാണ് മലേഷ്യൻ പാർലമെൻറ്റും അതുപോലെ തന്നെ മലേഷ്യയിലെ പ്രധാനപ്പെട്ട പല ഭരണ സംവിധാന കേന്ദ്രങ്ങളും പാർലമെൻറ്റിൻ്റെ തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന പിങ്ക് ജുമാ മസ്ജിദും ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് പോകുന്നത്. 6 വരിപ്പാതയാണ്. മനോഹരമായ റോഡുകൾ, ചുറ്റിലും ഒരുപാട് മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. മനോഹരമായ പല ഫൗണ്ടേഷനുകളും ഇവിടെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ മുമ്പിൽ കാണുന്നതൊക്കെ ഇവിടുത്തെ പ്രധാനപ്പെട്ട ബിൽഡിങ്ങുകളാണ്. അതിൽ കോടതിയുണ്ട്, അതുപോലെ തന്നെ മറ്റുള്ള ഭരണങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന ഒരുപാട് പ്രധാനപ്പെട്ട ബിൽഡിങ്ങുകൾ, വ്യത്യസ്ത തരം ബിൽഡിങ്ങുകൾ നമുക്ക് മുമ്പിൽ കാണാൻ പറ്റും. ഈ പാർലമെൻറ്റും കോടതിയും മറ്റുള്ള ബിൽഡിങ്ങുകളുമൊക്കെ സംവിധാനങ്ങളുമൊക്കെ ഒരു കാലത്ത് മലേഷ്യയുടെ തലസ്ഥാനമായ കൊലാലംപൂരിലായിരുന്നു കേട്ടോ. പിന്നെ അതിങ്ങോട്ട് മാറ്റുകയാണ് ഉണ്ടായത്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങോട്ട് മാറ്റുകയാണ് ഉണ്ടായത്. അങ്ങനെ നമ്മളിപ്പം പാർലമെൻറ്റിലേക്കുള്ള റോഡിലേക്ക് പ്രവേശിച്ചിട്ടോ. ആ മുന്നിൽ കാണുന്ന മനോഹരമായ കെട്ടിടമാണ് ഇവിടുത്തെ കോടതി. ഈ കാണുന്നതാണ് മലേഷ്യൻ പാർലമെൻറ്റ് കേട്ടോ. ഇതൊക്കെ ഒരു കാലത്ത് കാട് മൂടിക്കിടന്നിരുന്ന സ്ഥലമാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ? കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ. ഇതിൻ്റെ നേരെ പുറത്ത് കാണുന്നതാണ് പിങ്ക് ജുമാ മസ്ജിദ്. ഇതിൻ്റെ മുകളിലുള്ള കുബ്ബയൊക്കെ പിങ്ക് മാർബിൾ കൊണ്ടാണ് കേട്ടോ അലങ്കരിച്ചത്. അതുകൊണ്ടാണ് അങ്ങനത്തെ പേര് വരാൻ കാരണം. നമ്മളിപ്പം പള്ളിയുടെ മുൻവശത്തെത്തിയിട്ടോ. പള്ളി വീഡിയോയിൽ കാണുന്നത് പോലൊന്നല്ല, നല്ല വലുപ്പമുണ്ട്. ഇതിൻ്റെ പ്രവേശന കവാടം തന്നെ, ഈ പള്ളിയുടെ ഗേറ്റ് തന്നെ ഏകദേശം നമ്മുടെ നാട്ടിലൊരു 2-3-4 പള്ളിയുടെ വലുപ്പമുണ്ട് കേട്ടോ. ഇതിൻ്റെ തൂണുകളും ഇതിൻ്റെ ആർക്കിടെക്ചറുകളുമൊക്കെ നല്ല മനോഹരമായിട്ടാണ് ഇവിടെ നിർമ്മിച്ച് വെച്ചിട്ടുള്ളത്. നമ്മളിപ്പോൾ പള്ളിയുടെ ഉള്ളിലെത്തി. ആ കാണുന്നതാണ് കവാടം. ഇതാണ് പള്ളിയുടെ പുറത്തു നിന്ന് നമ്മൾ കണ്ട വലിയ കുബ്ബയുടെ ഉൾഭാഗം. നല്ല മനോഹരമായിട്ട് അത് നിർമ്മിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ മുകളിലൊക്കെ ഒരുപാട് വർക്കുകളൊക്കെ ചെയ്ത് നല്ല വൃത്തിയിൽ നല്ല മനോഹരമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. പള്ളിയുടെ ചുമരുകളിലൊക്കെ ഒരുപാട് വർക്കുകൾ ചെയ്തു വെച്ചത് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ചില്ലുകൾ കൊണ്ടും ലൈറ്റുകൾ കൊണ്ടുമൊക്കെ മനോഹരമായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. നല്ല മനോഹരമായ ഒരു ദൃശ്യ വിരുന്ന് നമുക്ക് ഈ പള്ളിയുടെ ഉൾഭാഗം ഒരുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന പള്ളിയും അതുപോലെ തന്നെ ഇതിൻ്റെ അടുത്തുള്ള പാർലമെൻറ്റ് മന്ദിരവും, നമ്മളിപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പാലം കടന്നു വന്ന നിർമ്മിച്ച പാലവും അതിൻ്റെ ഇപ്പുറത്തേക്ക് കണ്ട എല്ലാ ബിൽഡിങ്ങുകളും, ഇതൊക്കെ ഒരു കാലത്ത് കാട് മൂടിക്കിടന്നിരുന്ന സ്ഥലമായിരുന്നു കേട്ടോ. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ. പിന്നീട് ഇവിടുത്തെ മലേഷ്യൻ സർക്കാർ ഇതൊരു ടൗൺഷിപ്പായി രൂപപ്പെടുത്തി കുറച്ച് വർഷങ്ങൾ കൊണ്ട് മാറ്റം വരുത്തിയതാണ് ഇതൊക്കെ കേട്ടോ. നമുക്ക് അത്ഭുതം തോന്നും. നമുക്ക് വിശ്വസിക്കാൻ പോലും പറ്റാത്ത അത്രത്തോളം മാറ്റങ്ങൾ ഇവിടെ വരുത്തിയിട്ടുണ്ട്. ഒരു കാലത്ത് ഇതൊക്കെ കാട് മൂടിക്കിടന്നിരുന്ന സ്ഥലമാണെന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പോലും പറ്റൂല. അത്രയും മാറ്റങ്ങൾ ഇവിടെ വരുത്തിയിട്ടുണ്ട്. ഇന്നിവിടേക്ക് വർഷത്തിൽ വരുന്നത് ലക്ഷക്കണക്കിന് സന്ദർശകരാണ് കേട്ടോ. അപ്പം അത്രയും അവർ സന്ദർശകർക്ക് വേണ്ടിയിട്ട് ഇവിടെ സൗകര്യങ്ങൾ ഒരുക്കുന്നുണ്ട്. ഭാഗ്യമുണ്ടെങ്കിലേ നമ്മൾ നിസ്കരിക്കുമ്പോൾ മലേഷ്യൻ പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ മന്ത്രിമാരുടെ അടുത്തൊക്കെ നമുക്ക് നിൽക്കട്ടോ. അതൊന്ന് പറഞ്ഞു എന്ന് മാത്രം. എന്തായാലും ഈ പള്ളിയുടെ വലത് ഭാഗത്തിലൂടെ നമുക്ക് നോക്കിയാൽ മലേഷ്യൻ പാർലമെൻറ്റ് കാണാൻ പറ്റും. മനോഹരമായൊരു കാഴ്ചയാണ് കേട്ടോ അത്. ഈ പാർലമെൻറ്റിൽ നിന്നും ഈ പള്ളിയിലേക്ക് ഒരു രഹസ്യ വഴിയൊക്കെ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. മന്ത്രിമാർക്കും പ്രധാനമന്ത്രിക്കുമൊക്കെ നിസ്കരിക്കാൻ വരാൻ വേണ്ടിയിട്ടൊരു രഹസ്യ വഴിയുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട്. നമ്മൾ നേരെ മുമ്പിൽ കാണുന്നതാണ് തടാകം. നമ്മൾ നേരത്തെ വന്ന പാലമൊക്കെ ഇതിനെ മുറിച്ചിട്ടാണ് വന്നത്. ഇതൊരു മനുഷ്യനിർമ്മിത തടാകമാണ് കേട്ടോ. പള്ളിയുടെ മുറ്റത്തൊക്കെ ഒരുപാട് ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചത് കാണാൻ നല്ല ഭംഗിയുണ്ട്. സൂര്യൻ ഏകദേശം അസ്തമിക്കാനായിട്ടുണ്ട് കേട്ടോ. സൂര്യൻ്റെ ആ ഓറഞ്ച് കളറും പള്ളിയുടെ പിങ്ക് കളറും ഒരുമിച്ച് ചേരുമ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട്. നിങ്ങൾ മലേഷ്യയിൽ വരികയാണെങ്കിൽ മസ്റ്റായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഈ പുത്രജയ എന്ന് പറയുന്ന സ്ഥലം കേട്ടോ.
നമ്മളിപ്പം പള്ളിയുടെ അടിയിലുള്ള ഫ്ലോറിലേക്ക് ഇറങ്ങി. ഇവിടെ നിന്ന് നമുക്ക് നേരിട്ട് തടാകത്തിൻ്റെ അടുത്തെത്താൻ പറ്റും. ഇവിടെ ബോട്ട് സർവീസൊക്കെ ഉണ്ട് കേട്ടോ. കുറച്ച് പൈസ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബോട്ട് സർവീസൊക്കെ എടുത്ത് നമുക്ക് ഈ തടാകത്തിലൂടെ ഒക്കെ കറങ്ങി വരാം. അവിടെ നമ്മൾ നേരത്തെ വന്ന പാലം കാണാം. മനോഹരമായൊരു കാഴ്ച തന്നെയാണ് കേട്ടോ. നമ്മൾ പുത്രജയിൽ നിന്നും യാത്ര തിരിക്കാണ്. നേരത്തെ വന്ന പാലത്തിൻ്റെ രാത്രി കാഴ്ചയാണ് ഇപ്പം കാണുന്നത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഇതിൻ്റെ മുകളിലുള്ള ലൈറ്റുകളൊക്കെ അങ്ങോട്ട് പ്രകാശിച്ചപ്പോൾ ഒരു വേറെ തന്നെ വൈബാണ്. അപ്പം നിങ്ങൾ മലേഷ്യയിൽ വരികയാണെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ വരേണ്ട ഒരു സ്ഥലമായിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഒന്ന് പുത്രജയ ആയിരിക്കും. അത്രയും ഒരുപാട് ഇനിയും ഇവിടെ കാണാനുണ്ട് കേട്ടോ.